ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷേ രാവിലെ തന്നെ പണി പാളിയിട്ടുണ്ടായിരുന്നു. മോൻ നല്ല നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള കുറച്ചൊക്കെ കിട്ടി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മോൾക്കും ഹസ്ബൻഡിനും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. മോൻ കിച്ചണിലോട്ടൊന്നും എന്നെ വിടുന്നതേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനും അവനും കൂടി കുറേ നേരം ഇങ്ങനെയൊക്കെ നിന്ന് കളിച്ചു. പിന്നെ കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നതൊക്കെ വിരിച്ചു. അങ്ങനെ എന്തായാലും സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ മോള് വരാനുള്ള സമയമായേ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഹാഫ് ഡേ ഉള്ളൂ സ്കൂള്. അപ്പോൾ എന്നാലും മോളെ താഴെ പോയി വിളിച്ചിട്ട് വരാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ എങ്കിലും ഞാൻ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ബസ് കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് കണ്ടു. എന്നാൽ പിന്നെ കുറച്ച് ഫുഡും കൂടെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് കുറുക്ക് കാച്ചി അതുമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇറങ്ങിയത്. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റതിൽ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇടുപ്പിൽ കയറി ഇരിക്കുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ആളാണ്. അപ്പം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ ചെന്നു. അവിടെ അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ലായിരുന്നു. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ആയപ്പോഴത്തേക്കും മോളിങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയെ കണ്ടിട്ട് മോന് വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. കാരണം ഈ ഒരു ഉറക്കത്തിൻ്റെ ഇതിലിരിക്കുന്നതുകൊണ്ട്. എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പിന്നെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ചേച്ചിയുടെ കൂടെ നിന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് കുഞ്ഞിനുള്ള ഫുഡ് ഉണ്ടാക്കി. കാരണം ഞങ്ങൾക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫിഷ് ബിരിയാണി ആയിരുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. മോള് വരുന്നതിന് മുന്നേ അത് കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചു. പക്ഷെ കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും ആ സമയം കൊണ്ട് ഞാൻ മോൻ്റെ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. ഒരു ബിരിയാണി ആട്ടോ ഉണ്ടാക്കിയത്. പെട്ടെന്ന് തന്നെ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി. ഒത്തിരി വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ക്യാരറ്റും സവോളയും കൂടി ഇട്ട് വഴറ്റി, പിന്നെ ജീരകശാല റൈസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ ഒരു കുക്കർ ബിരിയാണി വെച്ചു. പിന്നെ കുറച്ച് സാൽമൺ ഇരുന്നു. അപ്പം മോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തത്. ഒരു ചെറിയ പീസ് എടുത്ത് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഐസ് പോയിട്ടുണ്ടായിരുന്നില്ല. നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ വലിയ മുള്ളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഉപ്പും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പിന്നെ അതിൽ ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ മോന് കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ആ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒന്ന് പൊട്ടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ കഴിച്ചു കേട്ടോ. ഒരു ബിരിയാണി മതിയാവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാൻ. ശരിക്കും എൻ്റെ ഫേവറേറ്റാണ് ഈ ഫിഷ് ബിരിയാണി. മോൾക്ക് വലിയ താല്പര്യമില്ല. എങ്കിലും അവൾക്ക് റൈസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കഴിച്ചു. മോൻ്റെ ഫുഡും കൊടുത്തു കഴിഞ്ഞിട്ടും മോൻ ഉറങ്ങാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെയും കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ടൊരു വൈകുന്നേരമൊക്കെ ആയിട്ടാണ് കേട്ടോ അവനൊന്ന് ഉറങ്ങിയത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ.